ആലപ്പുഴ അരൂരിൽ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് ഗർഡറുകൾ തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്തയാണ് ഇന്ന് നമ്മൾ പുത്തൻപുലരിയിൽ ആദ്യം പറഞ്ഞത്. എന്തായാലും അവിടുത്തെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ആലപ്പുഴ അരൂർ സ്വദേശി രാജേഷിനാണ് മരണം സംഭവിച്ചത്. അരൂർ തുറവൂർ മേൽപ്പാലം നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് കോൺക്രീറ്റ് ഗർഡർ തകർന്ന് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് ഈ ഗർഡർ തകർന്ന് വീണത്. ഒരു ഗർഡർ പൂർണ്ണമായും തകർന്നു, ഒപ്പം തന്നെ മറ്റൊരു ഗർഡർ ഭാഗികമായി തകർന്നു എന്നുള്ളതാണ്. ഈ 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്. എന്തായാലും ജിജീഷ് അവിടെ സംഭവ സ്ഥലത്തുണ്ട്. എന്താണ് ഈ അപകട കാരണമെന്ന് അന്വേഷിക്കും എന്നാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ പ്രതികരിച്ചിരിക്കുന്നത്. അലക്സ് വർഗീസ് അദ്ദേഹം സ്ഥലം സന്ദർശിച്ചിരുന്നു. കൃത്യമായ സുരക്ഷ പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് പരിശോധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ നിർമ്മാണം നടത്തിയിരുന്നത് അശോക ബിൽകോം ലിമിറ്റഡ് ആണ്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്നുള്ളത് അടക്കം പരിശോധിക്കും. ഹൈഡ്രോളിക് ജാക്കിലുണ്ടായ സാങ്കേതിക പിഴവാണ് അപകട കാരണം എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, ഈ അപകടം സംഭവിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. എന്തായാലും 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കാൻ സാധിച്ചത്. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ? രാഖി, നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ കാര്യം, നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴടക്കം അവർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഇത്തരം അപകട സാധ്യതകൾ തങ്ങൾ പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ഈ ഒരു അപകടമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത്. കാരണം അത്രയധികം നിറയെ യാത്രക്കാരുമായി വരുന്ന ബസ് ഒരല്പം മാത്രമാണ് നീങ്ങിയത്. ഈ ഒരു അപകടം കണ്ട്, ഈ പിക്കപ്പ് വാനിൻ്റെ അപകടം കണ്ട് മാത്രമാണ് അവർ കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തിയത്. ഇതിലൂടെ പാസ് ചെയ്യുകയായിരുന്നെങ്കിലുള്ള ഒരു അപകട സാധ്യതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, നേരത്തെയും പലപ്പോഴും ഇതിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ താഴത്തേക്ക് വീണ് ഉള്ള അപകടങ്ങൾ പല ഘട്ടങ്ങളിലും പതിവാണ്. അത് നിരവധി തവണ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കണം എന്ന കാര്യം അവർ പലപ്പോഴും ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഒരു സമയത്തൊന്നും തന്നെ ഒരു അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകാത്തതാണ് ഇത്തരമൊരു അപകടത്തിന് കാരണം. എന്നാൽ ജില്ലാ കളക്ടർ അടക്കം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്നുണ്ട്, വീഴ്ചയുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. അതൊരു സാങ്കേതിക പിഴവായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായും പറഞ്ഞത്. അല്പസമയം മുമ്പ് ഈ കമ്പനിയുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ കമ്പനി പ്രതിനിധിയും വ്യക്തമാക്കിയത്, മാനുഷികമായ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതിൽ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഈ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. വീഴ്ചകളെക്കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നെല്ലാമാണ് അവർ വിശദീകരിക്കുന്നത്. എന്നാൽ ദാരുണമായ ഒരു അപകടം നടന്ന് 2:30 അപകടം നടന്നതിന് ശേഷം ഏതാണ്ട് 3 മണിക്കൂറോളം വൈകി 6 മണിക്ക് ശേഷം മാത്രമാണ് മൃതദേഹം വാഹനത്തിൽ നിന്ന്, ആ പിക്കപ്പ് വാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പോലും കഴിഞ്ഞത് എന്നതാണ്. അത്രയും നേരം അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു വാഹനം. പിക്കപ്പ് വാനിനുള്ളിൽ ഡ്രൈവറുടെ മൃതദേഹം കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിർമ്മാണത്തിലടക്കമുണ്ടായിട്ടുള്ള വീഴ്ചകൾ, അതിലെ വലിയ പാളിച്ചകളെല്ലാം തന്നെയാണ് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ചെല്ലാം വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ പലയിടത്തും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അപകടം സാധാരണ എങ്ങനെയാണ് ഇവിടെ കൂടി പാസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അല്പസമയം, ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ഒരു തടഞ്ഞിടും. അതിനുശേഷം ഒരു 10-12 വാഹനം ആയിക്കഴിയുമ്പോഴേക്കും വിടും.
പിന്നെ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട് എന്ന് വെച്ചാൽ മലയാളികളല്ലല്ലോ, ജോലി ചെയ്യണതെല്ലാം നമ്മളുടെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ബംഗാളിൽ. അപ്പോൾ ജോലിക്കാരെ തടസ്സം ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ തിരക്കൊണ്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് തടഞ്ഞു നിർത്തുക എന്നുള്ള ഒരു ഇതില്ല. എപ്പോഴും വായിൽ കഞ്ചാവും ഈ പാൻപരാഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അശ്രദ്ധമായിട്ടുള്ള രീതിയിലാണ്. ഇതര സംസ്ഥാനങ്ങളിൽ വിവിധ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, നമ്മളുടെ ഇവിടെയുള്ള ആൾക്കാരല്ല വർക്ക് ചെയ്യുന്നത്, ആരുമില്ല ഇവിടുന്ന് മലയാളികൾ. അപ്പോൾ ഈ ഒന്നാമത്തിൽ ഭാഷ അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെ നിൽക്കുന്നു, ഈ പിന്നെ ഇവിടെ വർക്ക് നടക്കുന്നു, അതേസമയത്ത് അവർ സിഗ്നൽ കാണിക്കേണ്ടവരാണ്, ഇവിടെ തടസ്സം ഉണ്ടാക്കേണ്ടവരാണ്, നമ്മളെ കടത്തി വിടാണ്ട് നോക്കേണ്ടവരാണ് സേഫ്. പക്ഷേ അങ്ങനെയുള്ളൊരു രീതിയിലല്ല ഇവരുടെ നീക്കങ്ങൾ. നിർബാധം വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും, അവരിങ്ങനെ നോക്കി നിന്നിട്ട് എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷേ മറ്റുള്ളവർ കടന്നു പോകും. പക്ഷെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അങ്ങനെ വിടാൻ പാടില്ല എന്നുള്ള ഒരു കർശന ഇത് അവരെടുക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിൽഡിങ്ങാണ്. അത് ഈ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചേക്കണത് കണ്ടോ, യാതൊരു ശ്രദ്ധയും ഇല്ലാതെ കണ്ട് അത് ആ സൺഷെയ്ഡും കാര്യങ്ങളും എല്ലാം അടിച്ച് അവിടെ തന്നെ ഉള്ള ഇത് ഇവരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് വേറെ ഒന്നുമല്ല, ഇത് അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. വെച്ചുള്ള കാര്യമൊന്നുമില്ല, അശ്രദ്ധ കൊണ്ട് സംഭവിക്കുകയാണ്, അല്ല വേറെ ഒന്നുമല്ല. കാരണം അവർ പൂർണ്ണമായിട്ട് വെച്ചപ്പോൾ ഏതെങ്കിലും ആളുകൾ വണ്ടികൾ ഇങ്ങോട്ട് വിടാൻ സാധ്യതയുണ്ടാവും. വീട് പോകില്ല, അവർക്ക് പേടിയുണ്ടാവും. വണ്ടി വരുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും. ഇവിടെ എന്തെങ്കിലും സംഭവം നടക്കുമെന്നറിയാം. അവരെന്താ ഉത്തരവാദിത്തപ്പെട്ടവർ പോയി കിടന്നുറങ്ങി. എൻ്റെ ഇന്ത്യക്കാരൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ പണിയിലും മൊബൈലിലും കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അവർക്ക് ഉത്തരവാദിത്തം ഇല്ല. ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും സംഭവിക്കത്തില്ല. രാവും പകലും പണി നടക്കുന്നതല്ലാതെ ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിൽ എന്തായിരിക്കും ശരി, എന്തോരം ജീവൻ പോവും. അപ്പൊ ഇപ്പം ട്രാൻസ്പോർട്ട് ബസ് വന്നിരുന്നു. പിന്നെ ഇല്ലേ ഇഷ്ടം പോലെ ഈ തമിഴ്നാട് ബസ്, ആന്ധ്ര ബസ്, എന്തൊക്കെ ബസ്, എന്തോരം വാഹനങ്ങൾ ഓടിപ്പോണതാണ്. ഇവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൂടുതലും ശ്രദ്ധക്കുറവാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. ഒരു പൂർണ്ണവശലും അടച്ചിട്ടില്ലായിരുന്നു. പിന്നെ പോയപ്പോ അവന്റെ കുടുംബത്തിന് പോയോ? ശരിയാണോ? ആ വണ്ടി സാറ് പോയി കണ്ടാലേ വണ്ടി കിടക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ രാഗി അവർ വളരെ കൃത്യമായി തന്നെ പറയുന്നത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായ വീഴ്ചയാണ്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ KSRTC നമ്മൾ പറഞ്ഞത് അവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധം, ഒപ്പം തന്നെ എന്താണ് അവിടെ സംഭവിച്ച വീഴ്ച എന്നത് കൃത്യമായി പരിശോധിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകാം ജിജീഷ്. രാഖി, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കൃത്യമായി തന്നെ അവർ എത്ര ശക്തമായി തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്ന് വ്യക്തമായിരുന്നു. പല ഘട്ടങ്ങളിലും ഈ ഒരു സാധ്യതകൾ, അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച ആളുകൾ തങ്ങളത് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നത് തന്നെയാണ് അവരെ എത്രയധികം വലിയ ഒരു പ്രതിഷേധത്തിലേക്കും പ്രകോപനത്തിലേക്കും എല്ലാം തന്നെ എത്തിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു സാധ്യതകളെല്ലാം അവർ കണ്ടിരുന്നു. വലിയൊരു അപകട സാധ്യത മുന്നിൽ കാണുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇത് വെളുപ്പിനെ സംഭവിച്ചാണ്. ഇതിപ്പോ ഈ സമയത്ത് ഇവരുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് കാര്യം. ബ്ലോക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ പരിപാടി നടന്നിട്ട് ഇതിന്റെ അതോറിറ്റിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. ദേശീയപാത അതോറിറ്റിയുടെ ആൾക്കാർ ആരും ഇവിടെ എത്തിയിട്ടില്ല. ഇതുവരെ ഇവരുടെ അശോക കമ്പനിയുടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഇവർ ബ്ലോക്ക് ചെയ്യില്ല. ഇവർ ബ്ലോക്ക് ചെയ്യാൻ പണിയാർ നിൽപ്പുണ്ടാവും. അവന്മാർ മൊബൈലിൽ കളിച്ച് ഏതെങ്കിലും മൂലയിൽ നിൽക്കും. ഞാൻ സ്ഥിരം കാണുന്നതാണ് ഈ യാത്രയിൽ. ഇവർ പണിയാരുണ്ടാവും, പണിയാരൊക്കെ ഓക്കെ. പക്ഷേ ഈ മൊബൈൽ കളിച്ച് എവിടെയെങ്കിലും ദൂരെ കളിച്ചിരിക്കും. ഏതെങ്കിലും വണ്ടി വന്ന് കയറും. ഒരാളും ഈ നിമിഷം വരെ വന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെ നോക്ക്. ഈ നിമിഷം വരെ ഒരാളും വന്നിട്ടില്ല. ഇവിടെ സ്ഥിരം കാണും. ഞാൻ രാത്രിയൊക്കെ പണിയും കഴിഞ്ഞ് വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ വലിയ ക്രെയിൻ്റെ മുമ്പിലേക്ക് ചെന്ന് ചാടണം. കാര്യം ഒരാൾ ഒരു സിഗ്നലില്ല, ഒരു ഇതും സിഗ്നലും ഒന്നും കാണിക്കത്തില്ല ഇവിടെ. അല്ല, ഇത് മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നത്. കാരണം ഇത് മനുഷ്യന് ഒരു വില വേണ്ട. ഇത് വല്ല ഹിന്ദിക്കാരൊക്കെ മരിക്കുകയാണെങ്കിൽ വടക്കേന്ത്യയിലൊക്കെ 10,000-2,000 രൂപ ഒരു വീട്ടിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തരും. അത് കണ്ടുകൊണ്ടാണ് അവരിവിടെ ഈ പരിപാടി നടത്തിയേക്കുന്നത്. മനുഷ്യന് ഇത് കുഞ്ഞുങ്ങളൊക്കെ വല്ല ആയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഈ സമയം നടക്കുമ്പോൾ ഒരു ബസ് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നവർ ഉള്ള അവസ്ഥ എന്തായാലും ഇവർ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഇവർ ബ്ലോക്ക് ചെയ്യില്ല. ഇവരുടെ ആൾക്കാർ, ഇവരുടെ തൊഴിലാളി തന്നെ മാറി എവിടെയെങ്കിലും ഇരിക്കുക, അവിടെ പണി നടക്കും. അപ്പം ആൾക്കാർ ഇതിൻ്റെ അടിയിൽ കൂടി പോകൂലേ? ബ്ലോക്ക് ചെയ്യണമെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുക. ഇക്കാര്യത്തിൽ വലിയ ഒരു വീഴ്ച ഉണ്ടായി എന്നത് തന്നെയാണ് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണ നിലയിൽ ഏതെങ്കിലും
ജീവനക്കാർ അല്ലെങ്കിൽ ഇതര ഭാഷാ തൊഴിലാളികൾ മാത്രമായിരിക്കും പല ഘട്ടങ്ങളിലും ഇവിടെ ഉണ്ടാവുക. അവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറിയിരിക്കും. ഗതാഗതം നിയന്ത്രിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനോ അവരൊന്നും ഒരിക്കലും തയ്യാറാകാറില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു ഘട്ടത്തിലും ഈ നിർമ്മാണ മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കാറുമില്ല എന്ന കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. അതുതന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഇത്തരമൊരു ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഘടിപ്പിക്കുന്ന ജോലികൾ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ വാഹനങ്ങൾ വഴിതിരിച്ച് വിടേണ്ടതാണ്. അവിടെ വേണ്ട മുന്നറിയിപ്പുകളും മുൻകരുതലുകളും എല്ലാം തന്നെ നൽകേണ്ടതാണ്. അതൊന്നും ഉണ്ടാവാത്തതാണ് ഈ ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണമായത് എന്ന കാര്യം തന്നെയാണ് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതിന് കൃത്യമായൊരു മറുപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുമില്ല. സമഗ്രമായി തന്നെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന കാര്യം മാത്രമാണ് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന കാര്യം കമ്പനി പ്രതിനിധിയും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറം തങ്ങളുടെ വീഴ്ചകൾ സമ്മതിക്കാനോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ പരിശോധിക്കാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് ഇവിടെ മാത്രമല്ല, ഈ അരൂർ തുറവൂർ മേഖലയിൽ പല ഭാഗങ്ങളിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ജാഗ്രത കുറവ് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് കടന്നു പോവുക. കാരണം എന്ത് സുരക്ഷയാണ് ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കുള്ളത് എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഒരു ബസ്സാണ് കടന്നു പോകുന്നതെങ്കിൽ നിരവധി യാത്രക്കാർ, 40ഓ അതിലധികമോ യാത്രക്കാരെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞ ബസ്സുകൾ ഇതിലൂടെ കടന്നു പോകുന്നു. രണ്ട് വശങ്ങളിലേക്കും, അത് എറണാകുളം ഭാഗത്തേക്കാണെങ്കിലും ആലപ്പുഴ ഭാഗത്തേക്കാണെങ്കിലും എല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു ഭാഗം. ആ ഒരു സമയത്തെല്ലാം അപകടം സംഭവിച്ചിരുന്നെങ്കിൽ നിരവധി ആളുകൾ അതിൽ കുടുങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ആ വലിയ വീഴ്ചയിലേക്കും ഒക്കെ തന്നെ എല്ലാം അത് വിരൽ ചൂണ്ടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല 2:30-ക്ക് ഈ ഒരു അപകടം സംഭവിക്കുന്നു. 2:30-ക്ക് ശേഷം ഇത്തരമൊരു അപകടം സംഭവിക്കുന്നു. ഈ ഡ്രൈവറെ ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഏതാണ്ട് 6 മണിയോടുകൂടി മാത്രമാണ്. ഇടയ്ക്കിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. നാട്ടുകാർ സംഘടിക്കുന്നു. തങ്ങൾ ഈ വിവരങ്ങൾ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന കാര്യം അവർ പ്രതിഷേധ സ്വരത്തിൽ തന്നെ ഉയർത്തുകയും ചെയ്യുന്നു. ഇതിനൊരു പരിഹാരം വേണം, അല്ലാതെ തങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന കാര്യമാണ് പറയുന്നത്. കാരണം പലപ്പോഴും ഇതിൻ്റെ എല്ലാം ഒരു ദുരിതം, വേദനകൾ അനുഭവിക്കുന്നത് തങ്ങളാണ്. നേരിട്ട് ആ അപകടാവസ്ഥകൾ പല ഘട്ടങ്ങളിലും കാണുന്ന ആളുകളാണ്. അത്തരത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് തങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. പ്രതികരണം ശക്തമായി തന്നെ ഉണ്ടാകും. കൂടുതൽ ഒരു സമരപരിപാടികളിലേക്കോ പ്രതിഷേധത്തിലേക്കോ എല്ലാം നാട്ടുകാർ കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. എന്ത് സമരപരിപാടികളിലേക്കായിരിക്കും അവർ മുന്നോട്ട് പോവുക എന്ന് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമല്ല. എന്നാൽ കൂടുതൽ സമരപരിപാടികളിലേക്കും മറ്റ് പ്രതിഷേധങ്ങളിലേക്കും അവർ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ ആളുകൾ ഈ ഭാഗത്ത് സംഘടിക്കുന്നുണ്ട്. കൂടുതൽ പ്രതിഷേധങ്ങൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധക്കാരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ വീഴ്ചകൾ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുത്തിയിരിക്കുന്ന ആ വീഴ്ചകൾ എല്ലാം തന്നെയാണ്. ഇനി ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. പോലീസിനോടും ഇവർ ഇക്കാര്യത്തിൽ പരാതികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രതിഷേധങ്ങൾ അവർ ശക്തമായി തന്നെ അറിയിക്കുന്നുണ്ട്. വലിയ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ എല്ലാം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നാട്ടുകാർ വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. അവർ ഒരുപക്ഷെ റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. റോഡിൻ്റെ ഒരു വശത്തിലൂടെ മാത്രമാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ വാഹനങ്ങൾ കൂടി ആ വശങ്ങൾ കൂടി ഉപരോധിച്ചു കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഒരുപക്ഷെ നാട്ടുകാർ നീങ്ങിയേക്കാനുള്ള ഒരു സാധ്യത കാണുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. വലിയ പ്രതിഷേധം ആണോ ജിജീഷ്? അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. മനുഷ്യജീവന വില കൽപ്പിക്കൂ, മനുഷ്യജീവന വില കൽപ്പിക്കൂ, മനുഷ്യജീവന വില കൽപ്പിക്കൂ, മനുഷ്യജീവന വില കൽപ്പിക്കൂ. പ്രതിഷേധം 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 പ്രതിഷേധം.
ആലപ്പുഴ അരൂരിൽ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് ഗർഡറുകൾ തകർന്നു വീണാണ് ഇന്നൊരു മരണം സംഭവിച്ചത്. എന്തായാലും നാട്ടുകാർ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വീഴ്ച ഒരു മനുഷ്യന്റെ ജീവനെടുത്തു. അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ നടത്തിയ ഇടപെടലുകൾ, നിർമ്മാണം, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു അലംഭാവം, ഇതെല്ലാം തന്നെ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ഉയർത്തുന്നുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കം പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ്. ജിജീഷ് കരുണാകരനാണ് പ്രദേശത്ത് നിന്ന് നമുക്ക് അപകട സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. ഒപ്പം തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാട്ടുകാർ പോലീസിനോടടക്കം കയർക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.